ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിനേക്കാൾ 9 മടങ്ങാണ്. 9 വർഷം കഴിയുന്ന സമയത്ത് ഇത് 3 മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായത്തിൽ ഏജ് റിലേറ്റഡ് ക്വസ്റ്റൻ ആകുമ്പോൾ നമുക്ക് ഒരു എക്സിൽ തുടങ്ങാം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അപ്പുവിന്റെ ഏജ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 9 ടൈംസ് ആണ്. 9 മടങ്ങാണെന്ന് പറഞ്ഞാൽ 9x എന്ന് എഴുതാം. ഓക്കെ, 9 വർഷം കഴിയുന്ന സമയത്ത് ഈ ഒരു ഏജ് x+9 ആയിരിക്കില്ല. അതായത് അപ്പുവിന്റെ ഏജ് എന്ന് പറയുന്നത് x+9 ആയിരിക്കും. അമ്മയുടെ ഏജോ 9x+9 ആയിരിക്കും. എന്താണ് 9x+9? ഈ 9x+9 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? അപ്പുവിന്റെ ഏജിന്റെ, അതായത് അപ്പത്തെ ഏജിന്റെ 3 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പുവിന്റെ ഏജിലേക്ക് ഈസി ആയിട്ട് എത്താം. ഇതിനെങ്ങനെ എഴുതാം? 9x+9 3x, അതായത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3x+27 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതൊന്ന് എക്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. 9x - 3x = 27 - 9 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6x എന്ന് പറയുന്നത് എത്രയാണ്? 27 9 പോയി കഴിഞ്ഞാൽ 18 ആണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 18/6 which is equal to 3. അതാണ് അപ്പുവിന്റെ ഏജ്. ഇനി ഇത് തിരിച്ചാലോചിക്കുക. അപ്പുവിന്റെ ഏജ് 3 ആണ്. 3ൽ നിന്ന് 9 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9×3 = 27 ആണ് അമ്മയുടെ ഏജ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ആള് 3ഉം അതുപോലെ തന്നെ അമ്മയുടെ ഏജ് 27 ആണ് എന്ന് വിചാരിച്ചൊന്ന് എടുത്ത് നോക്ക്. 9 കൊല്ലം കഴിയുന്ന സമയത്ത് അപ്പുവിന്റെ ഏജ് ഏതായിരിക്കും? അത് 12 ആയിരിക്കും. അമ്മയുടെ ഏജ് എന്ന് പറയുന്നത് 36 ആയിരിക്കും. എന്താണ്? 12ഉം 36 ആയിരിക്കും. ഈ 12ഉം 36 ഒന്ന് നോക്കിയാൽ മതി. 12 and 36. 12 × 3 ടൈംസ് എന്നല്ല പറഞ്ഞു. 3 എന്ന് പറയുന്നത് 3 ടൈംസ് ആണെന്ന് കിട്ടി. അത് 3 മടങ്ങാണ്. എന്താണ്? അതാണ് എന്ത്? അമ്മയുടെ ഏജ്. അപ്പോൾ 12 36 ആണ് അപ്പത്തെ അമ്മയുടെ ഏജ്. അപ്പോൾ ആക്ച്വൽ അപ്പുവിൻ്റെ ഏജ് എന്തായിരുന്നു? അത് 3 ആണ്. ഓക്കെ, കിട്ടിയോ?